നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് തീരദേശ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കയ്പമംഗലത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. എൻഫോഴ്സ്മെന്റ് RTO വിഭാഗത്തിന് കൈമാറി. ചാലക്കുടി മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. 2024-25 അധ്യയന വർഷത്തിൽ പുതുക്കാട് തെക്കേ തുറവിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചാലക്കുടി നഗരസഭാ കൌൺസിലിൽ ഇൻഡോർ സ്റ്റേഡിയം സ്ഥലം വാങ്ങൽ ബാധ്യത തുക തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് തീരദേശ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കയ്പമംഗലത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കൂരിക്കുഴി ബാബുൽ ഉലമ മദ്രസയിലാണ് ക്യാമ്പ് തുറന്നിട്ടുള്ളത്. പഞ്ചായത്തിലെ 2ാം വാർഡിലെ സലഫി പരിസരത്തും 3ാം വാർഡിലെ ഗ്രാമലക്ഷ്മിയിൽ നിന്നുമുള്ള 8 കുടുംബങ്ങളിലെ 20 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ഇവർക്ക് വേണ്ട ഭക്ഷണവും മറ്റും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിലാകെ 9 പ്രതികളാണുള്ളത്. ജയേഷ്, സുമേഷ്, സെബാസ്റ്റ്യൻ, ജോൺസൺ, ബിജു, രവി, സജീഷ്, സുനീഷ്, സനീഷ് എന്നിവരാണ് പ്രതികൾ. ഇതിൽ 6ാം പ്രതി രവി മരണപ്പെട്ടിരുന്നു. 2010 മെയ് 16-ന് തൃശൂർ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വച്ചായിരുന്നു കൊലപാതകം. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ 31 വയസ്സുള്ള CT ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റിരുന്നു. ഇയാളാണ് കേസിലെ 1ാം സാക്ഷി. കേസിൽ 30 സാക്ഷികളാണുള്ളത്. അന്നത്തെ വടക്കാഞ്ചേരി CI ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KD ബാബുവാണ് ഹാജരായത്. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. എൻഫോഴ്സ്മെന്റ് RTO വിഭാഗത്തിന് കൈമാറി. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഉടമയിൽ നിന്ന് 20,000 രൂപ പിഴ ചുമത്തി. ശനിയാഴ്ച രാവിലെയാണ് പാലിയേക്കര ടോൾ പ്ലാസ കടന്നുപോയ ലോറി നെല്ലായിയിൽ വച്ച് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറി അമിതഭാരം കയറ്റി ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ് പോയിരുന്നത്. ഏറെ ഗതാഗതക്കുരുക്കുള്ള ആമ്പല്ലൂർ ഭാഗത്ത് കൂടെ ലോറി പോകുന്ന ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം കൊടകര പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ലോറി നെല്ലായിയിൽ വച്ച് പിടികൂടിയത്. ചാലക്കുടി മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വർക്കിനെ തുടർന്ന് രൂപപ്പെട്ട കുഴികൾ മൂലം കടകളിലേക്ക് കയറാൻ സാധിക്കാതെയും കുഴികളിൽ വണ്ടികൾ മറിഞ്ഞ് അപകടമുണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധ യോഗം മെർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡേവിസ് MD-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതം പറഞ്ഞു. ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദി പറഞ്ഞു. യോഗത്തിൽ റെയ്സൻ ആലൂക്ക, ആന്റോ എരിഞ്ഞേരി, ആന്റോ മേനാച്ചേരി, ജോയ് പാനിക്കുളം, ആന്റണി PV, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 2024-25 അധ്യയന വർഷത്തിൽ പുതുക്കാട് തെക്കേ തുറവിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ അബി K. ജെയ്സൺ SSLC-ക്കും +2-നും ഉന്നത വിജയം കൈവരിച്ച പുതുക്കാട് മണ്ഡലത്തിലെ 14ാം വാർഡിലെ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വർഗീസ് തെക്കേതല അധ്യക്ഷനായ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ മുഖ്യപ്രഭാഷണവും കുട്ടികൾക്കുള്ള പഠന സഹായ ഉപകരണങ്ങൾ നൽകൽ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ KJ ജോജുവും നിർവഹിച്ചു. ജോജു കുറ്റിക്കാട്, ലിൻസൺ പല്ലൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭാ കൌൺസിലിൽ ഇൻഡോർ സ്റ്റേഡിയം സ്ഥലം വാങ്ങൽ ബാധ്യത തുക തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുത്തതിൽ കോടതി വിധിപ്രകാരം സ്ഥലം ഉടമകൾക്ക് നൽകാനുണ്ടായിരുന്ന 27 കോടി രൂപ സർക്കാരിന്റെ ലാഭവിഹിതത്തിൽ നിന്നും സിയാൽ അടച്ചതിനെ തുടർന്ന് ഈ തുക 35 ലക്ഷം രൂപ വീതം മാസഗഡുക്കളായി നഗരസഭ അടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിനെ തുടർന്ന് ഇത് 20 ലക്ഷം രൂപ വീതമുള്ള മാസഗഡുക്കളായി അടയ്ക്കാൻ സാവകാശം അനുവദിക്കണമെന്നും പലിശ, ഫൈൻ എന്നിവ ഒഴിവാക്കണമെന്നും കൌൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയെ തുടർന്ന് തീരദേശ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കയ്പമംഗലത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. എൻഫോഴ്സ്മെന്റ് RTO വിഭാഗത്തിന് കൈമാറി. ചാലക്കുടി മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. 2024-25 അധ്യയന വർഷത്തിൽ പുതുക്കാട് തെക്കേ തുറവിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചാലക്കുടി നഗരസഭാ കൌൺസിലിൽ ഇൻഡോർ സ്റ്റേഡിയം സ്ഥലം വാങ്ങൽ ബാധ്യത തുക തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.